ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2 കേരളീയം. ഓണം അന്നും ഇന്നും. കേരളീയ ജീവിതത്തോട് ആത്മബന്ധം പുലർത്തുന്ന ആഘോഷമാണ് ഓണം. കാലം മാറുന്നതിനനുസരിച്ച് ആഘോഷത്തിൻ്റെ സ്വഭാവത്തിലും രീതികളിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഓണത്തെക്കുറിച്ചുള്ള ഗതകാല സ്മരണകൾ പല എഴുത്തുകാരും പങ്കുവച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തിൻ്റെ മാധുര്യം പങ്കുവയ്ക്കുന്ന അവർ സമീപകാലത്ത് വന്നുചേരുന്ന മാറ്റത്തിൽ ദുഃഖമോ ആശങ്കയോ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തകഴിയുടെ അത്തരത്തിലുള്ള ഒരു ലേഖനമാണ് ഈ പാഠഭാഗം. ജീവിത വ്യവസ്ഥിതിയെയും രീതികളെയും ഓണം എന്ന പൊതുവികാരത്തിൽ ചാലിച്ച് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് തകഴി. ഇന്ന് ഓണം ഒരു വെറും ഒഴിവുകാല വിനോദം മാത്രമായി. ഓണം അന്നും ഇന്നും. കർക്കടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് പിള്ളേരോണം എന്നായിരുന്നു. പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിനു സൂക്ഷം 28 ദിവസം മുൻപാണത്. അതൊരു ചെറിയ ഓണമായിരുന്നു. 19 കൊല്ലം മുൻപ് പിള്ളേരും വലിയവരും പിള്ളേരോണം കഴിഞ്ഞ് ദിവസങ്ങൾ എണ്ണി നീക്കുമായിരുന്നു. ഇനിയും 20 ദിവസം, 19 ദിവസം, ഇനിയും 18 ദിവസം എന്നിങ്ങനെ ഓണത്തിലെത്താൻ ദിവസങ്ങൾ എണ്ണുക. എല്ലാവർക്കും ഓരോ ദിവസം കഴിയുന്തോറും വെപ്രാളം കൂടി വരികയായിരുന്നു. ഓണത്തിന് ഇനിയും 15 ദിവസമേയുള്ളൂ. എന്തെല്ലാം എടുക്കാൻ കിടക്കുന്നു. ഗ്രഹനാഥന്റെ പരിഭ്രമമാണ്. ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവനുസരിച്ച് നെല്ലും കരുതി വച്ചിരിക്കും. അത് പറയന്റെയും പുലയന്റെയും വീട്ടിലും കാണും. കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം. അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടിയിലുണ്ട്. ആ കാലം പുഷ്പസമൃദ്ധമാണ്. ചെത്തിപ്പൂവാണ് പ്രധാനം. ദൂരെയൊക്കെ പോയി പറിച്ചു കൊണ്ടുവരും. ചോതിയാകുമ്പോൾ ഓണത്തിനു നെല്ലുപുഴുക്കായി. ഏതോ ഒരു നാടൻ പാട്ടിലെ 2 വരി ഞാനിപ്പോൾ ഓർക്കുന്നു. അത്തപ്പത്തോണം അടുത്തല്ലോ നായരെ, ചോതി പുഴുങ്ങുവാൻ നെല്ലുതായോ. കുടുംബത്തേക്ക് ഓണം നെല്ല് അളക്കുക മാത്രമല്ല, വേലക്കാർക്ക് ഓണം കൊടുക്കുകയും വേണം. ആണാള് പെണ്ണാള് എന്ന കണക്കിന് ഓണമുണ്ണാനുള്ള നെല്ലിനു പുറമെ അക്കൊല്ലത്തെ ഓണപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന സ്ഥിരം ജോലിക്കാരന് പ്രത്യേകം നെല്ല് കൊടുക്കും. കൂട്ടത്തിൽ തന്നെ കടമായും നെല്ല് കൊടുക്കും. 10-15 കുടിവേലക്കാരുള്ള കൃഷിക്കാരന്റെ അറയിൽ നിന്ന് അന്ന് കുറേയധികം നെല്ല് അളവ് പോകും. ഓണപ്പണിക്ക് നെല്ലും കടവും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അക്കൊല്ലം ആ വേലക്കാരൻ അവിടുത്തെ സ്ഥിരം പണിക്കാരനാണ്. വിശാഖം മുതൽ കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ലിസ്റ്റ് എഴുതിയാണ് പലവ്യഞ്ജനങ്ങൾ വാങ്ങുക. ഗ്രഹനാഥന്മാർ കഴിവിനനുസരിച്ച് ആലപ്പുഴയും മറ്റും പോയാണ് ഓണച്ചരക്ക് വാങ്ങുന്നത്. എൻ്റെ അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഓണക്കോടി വാങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു തമിഴ് ബ്രാഹ്മണന്റെ കടയുണ്ടായിരുന്നു. തകഴിക്കാർ പലരും അദ്ദേഹത്തിൻ്റെ പറ്റുവരവുകാരായിരുന്നു. ചരക്കിൻ്റെ വില മേടമാസത്തിൽ കളത്തിൽ നിന്ന് നെല്ലളന്നു കൊടുത്താണ് തീർക്കുക. മൂലം പൂരാടം ദിവസങ്ങൾ പച്ചക്കറി വാങ്ങാനുള്ളവയാണ്. കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും. കയ്യകലത്തുള്ള സ്വന്തം നിലങ്ങൾ ആരെയെങ്കിലും പാട്ടത്തിനേൽപ്പിച്ചിരിക്കും. അടുത്തുള്ള നിലങ്ങൾ പാട്ടത്തിനേറ്റുവെന്നും വരും. പാട്ടത്തിനേറ്റിട്ടുള്ള നിലങ്ങളുടെ ജന്മിക്ക് ഓണക്കാഴ്ച കൊടുക്കണം. ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ഏത്തക്കുല എന്നിവയാണ് സാധാരണ ഓണക്കാഴ്ച.
നിലത്തിന്റെ വിസ്തീർണം അനുസരിച്ച് ഈ ഓരോ സാധനത്തിന്റെയും എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. മിക്കവാറും വീടുകളിൽ ഓണക്കാഴ്ച വരും. അവർ ഓണക്കാഴ്ച കൊടുക്കേണ്ടതായും ഉണ്ടാവും. അത് പൂരാടം ഉത്രാടം ദിവസങ്ങളിൽ വരുമായിരുന്നു. സാധാരണ 2 ചേനയും 1 മത്തങ്ങയുമാണ്. അന്ന് നെല്ല് കുത്തുന്നത് പെണ്ണുങ്ങൾ ഉലക്കയും ഉരലും കൊണ്ടാണ്. അത് ഉരപ്പൊരു ഭാഗത്തെ ഒരു ഉത്സവമാണ്. നിലമ്മനയിലിട്ടു നെല്ല് തൊലിക്കും. നിലമ്മന എന്നാൽ തറയിൽ നല്ല കട്ടിയിൽ ചെങ്കല്ലിട്ട് ഉറപ്പിക്കുന്നതാണ്. പിന്നെ കൊഴിച്ച ഉമി പാറ്റും. അതിനുശേഷം കല്ലുരലിലോ മര ഉരലിലോ ഉലക്ക കൊണ്ട് അരി അവയ്ക്കും. ഇതിൽ പല വാക്കുകളും ഇന്നത്തെ തലമുറയ്ക്ക് പുത്തനായിരിക്കും. ചെറുപ്പക്കാരായ സാഹിത്യകാരന്മാർക്ക് പോലും ഇത് മനസ്സിലാകില്ലായിരിക്കും. തെള്ളി തവിടും മാറ്റിക്കഴിഞ്ഞ് പിന്നെയും അത് മിനുക്കിയെന്ന് വരും. അതിനെല്ലാം പ്രത്യേകം ഉലക്കകളുണ്ട്. 3-4 ദിവസം രാപകൽ പെണ്ണുങ്ങളുടെ ജോലി ഓണനെല്ല് കുത്തുകയാണ്. അതൊരു ആഘോഷം തന്നെയാണ്. ഉത്രാടം വെപ്രാളമാണ്. ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി. ഒരുമാതിരി വീടുകളെല്ലാം അത്തത്തിനു മുൻപ് തന്നെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ശേഖരിച്ചിരിക്കും. ഓരോ തേങ്ങയിടയിലും ഓണത്തിനു വേണ്ടി നല്ല വിളഞ്ഞ തേങ്ങ തിരഞ്ഞ് പ്രത്യേകം ശേഖരിച്ചിരിക്കും. അത് പൊതിച്ച് കൊപ്രയാക്കി അരിഞ്ഞ് ഉണക്കി ആട്ടി വെളിച്ചെണ്ണയാക്കും. അന്നു യന്ത്രത്തിലല്ല കൊപ്രയാട്ടുന്നത്. ഒരു കരയിൽ 4, 5, 6 മരച്ചക്കുകൾ കാണും. ഇത് പ്രവർത്തിപ്പിക്കുന്നത് സാധാരണ ക്രിസ്ത്യാനികളാണ്. അന്നു വീടുകളിൽ വിളക്കു കത്തിച്ചിരുന്നത് പുന്നയ്ക്ക എണ്ണ കൊണ്ടാണ്. അപ്പോൾ ചക്കും ചക്കാട്ടുന്നവരും നാട്ടിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യങ്ങളായിരുന്നു. അവരാണ് വീടിനു വെട്ടം തരുന്നത്. പൂരാടം ഉത്രാടം ദിവസങ്ങളിലാണ് വറുക്കലും കരിക്കലും. 4 ഇനം ഉപ്പേരി, ശർക്കര പുരട്ടി എല്ലാം അന്നാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിയും ശർക്കര പുരട്ടിയുമെല്ലാം നാട്ടിൽ വിശേഷ വിഭവങ്ങളായിരുന്നു. ഇന്നത് വിശേഷ വിഭവമല്ല. പാക്കറ്റിൽ കടകളിൽ കിട്ടും. ചിപ്സ് എന്ന ഓമനപ്പേരിൽ. അന്നൊക്കെ ഒരിക്കലേ എൻ്റെ വീട്ടിൽ ഉപ്പേരി വറുക്കുമായിരുന്നുള്ളൂ. അത് ഓണത്തിനായിരുന്നു. മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതായിരുന്നു. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ അന്ന് നിവൃത്തിയുള്ള വീടുകളിലെത്തും. അരിയോ നെല്ലോ തേങ്ങയോ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ ഒരിക്കലും വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. ഇന്നതുണ്ടോ? പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരെല്ലാം പരസ്പരം സഹകരിച്ചിരിക്കും. മുരിങ്ങയ്ക്ക ആലപ്പുഴയിൽ കിട്ടാതെ വന്നാൽ അടുത്ത വീട്ടുകാർ തിരുവോണത്തിനുള്ള മുരിങ്ങയ്ക്ക തന്നെന്നിരിക്കും. 18 മണി പയർ അവർക്കു കിട്ടിയില്ല, അത് ഇവിടെയുണ്ട്, കൊടുത്തുവെന്നിരിക്കും. ഉത്രാടം അസ്തമിച്ച് തിരുവോണം വെളുക്കുമ്പോഴാണ് പൂമാറ്റ്. നാടാകെ പൂമാറ്റത്തിന്റെ കുരവയും ആർപ്പും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. എന്തൊരു ആഘോഷമായിരുന്നു അത്! രാവിലെ മക്കൾക്കും അനന്തരവർക്കുമെല്ലാം ഓണക്കോടി കിട്ടും. അന്നൊക്കെ സത്യത്തിൽ സദ്യയല്ല പ്രധാനം, ആഘോഷമാണ്. ഊണു കഴിഞ്ഞ് ചെറുപ്പക്കാർ കിളിത്തട്ടും കുടുകുടുവും, ഇന്നത്തെ കബഡി, തലപ്പന്ത് കളിയുമൊക്കെയാണ്. തുറന്ന പറമ്പുകളിലും അമ്പലമുറ്റത്തുമെല്ലാമാണ് ആൺപിള്ളേർ കൂടുക. പെൺപിള്ളേർ തുമ്പിതുള്ളൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. സ്ത്രീകൾ തിരുവാതിരക്കളിക്കാണ് പോവുക. 3-ാം ഓണം ചതയം കാഴ്ചക്കാർക്കു സദ്യയാണ്. ഓണാഘോഷത്തെക്കുറിച്ച് എല്ലാമായില്ല. ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു. ആഘോഷം മാത്രമാണോ? ഇന്ന് അതൊരു ഒഴിവുകാലമാണെന്ന് തോന്നും. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല. അവിയലും എരിശ്ശേരിയും എന്നും കഴിക്കുന്ന കറികളാണ്. പരിപ്പും നെയ്യും ഒരു വിശിഷ്ട വസ്തുവാണോ? തൈരില്ലാതെ ഉണ്ണാൻ വയ്യാത്തവർക്ക് ഓണക്കാലത്ത് തൈരിന് സ്വാദുണ്ടോ? ഇന്ന് ഓണം ഉണ്ണുന്നത് എന്നും ഉണ്ണുന്നത് പോലെ തന്നെയാണ്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. തിരുവാതിരക്കളി വലിയ ഓഡിറ്റോറിയത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ അതു തിരുവാതിരക്കളി അല്ലാതെയുമായി. പെണ്ണുങ്ങൾ വേഷം കെട്ടി പൂവും ചൂടി
പൗഡറും ഇട്ടാണല്ലോ തിരുവാതിര കളിക്കാൻ പോകുന്നത്. ഓണം ഒരുപാട് മാറിപ്പോയി. അതേപ്പറ്റിയൊക്കെ എന്തു പറയാനാണ്? തകഴി ശിവശങ്കരപ്പിള്ള. 1912-നും 1999-നും ഇടയ്ക്കാണ് തകഴി ശിവശങ്കരപ്പിള്ള ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഓണത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. തകഴി ശിവശങ്കരപ്പിള്ള മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റും കഥാകൃത്തുമാണ്. സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരിൽ പ്രമുഖൻ. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. പല നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട്. ചെമ്മീൻ എന്ന നോവൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഒട്ടുമിക്ക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിരിക്കുന്നു. ജ്ഞാനപീഠം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കയർ, ചെമ്മീൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ചുക്ക്, തെണ്ടിവർഗം, അഞ്ചു പെണ്ണുങ്ങൾ, നുരയും പതയും, പെണ്ണ്, ബലൂണുകൾ, ആകാശം, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി 34ഓളം നോവലുകൾ. അടിയൊഴുക്കുകൾ, ഒരു കുട്ടനാടൻ കഥ, നിത്യകന്യക, ഇൻക്വിലാബ്, ഘോഷയാത്ര, പ്രതിജ്ഞ, ചരിത്രസത്യങ്ങൾ, ഞാൻ പിറന്ന നാട് തുടങ്ങി 17ഓളം കഥാസമാഹാരങ്ങൾ. അമേരിക്കൻ തിരശീല യാത്രാവിവരണമാണ് എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആത്മകഥയുമാണ്. വായിക്കാം, പറയാം. പിള്ളേരോണം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ ഒരുക്കങ്ങൾ എന്തെല്ലാം? ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് 28 ദിവസം മുൻപാണ് കർക്കിടക മാസത്തിലെ തിരുവോണനാളായ പിള്ളേരോണം. പിള്ളേരോണം മുതൽ തിരുവോണത്തിനായി ദിവസങ്ങൾ എണ്ണിയിരിക്കുമായിരുന്നു. ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവനുസരിച്ച് നെല്ലു കരുതി വച്ചിരിക്കും. കരുതി വച്ചിട്ടില്ലാത്തവർ കടം കൊള്ളും. അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടിയിലുണ്ട്. ചോതിയാകുമ്പോൾ ഓണത്തിനായുള്ള നെല്ല് പുഴുങ്ങുന്നു. പിന്നീട് വേലക്കാർക്കെല്ലാം ഓണമുണ്ണാനുള്ള നെല്ല് കൊടുക്കുന്നു. വിശാഖം നാളാവുമ്പോൾ കച്ചവട സ്ഥലങ്ങളിൽ പോയി പലവ്യഞ്ജനങ്ങളും ഓണച്ചരക്കും വാങ്ങുന്നു. മൂലം, പൂരാടം ദിവസങ്ങളിൽ പച്ചക്കറികൾ വാങ്ങുന്നു. പൂരാടം, ഉത്രാടം ദിവസങ്ങളിൽ ഓണക്കാഴ്ച കൊടുക്കുന്നു. ഉപ്പേരിയും ശർക്കര പുരട്ടിയുമെല്ലാം ഉണ്ടാക്കി വെക്കുന്നതും ഉത്രാട ദിനത്തിലാണ്. കൃഷിക്കാരൻ ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായി മാറുന്നതെങ്ങനെ? എങ്ങനെയാണ്? കൃഷിക്കാരൻ തൻ്റെ കൈ അകലത്തിലുള്ള സ്വന്തം നിലങ്ങൾ ആരെങ്കിലും പാട്ടത്തിനേൽപ്പിക്കുകയും തൊട്ടടുത്തുള്ള നിലങ്ങൾ പാട്ടത്തിനേൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കൃഷിക്കാരൻ ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായി മാറുന്നത്. വെറും സദ്യയുണ്ണൽ മാത്രമല്ല ഓണം, ഓണാഘോഷമാണ് പ്രധാനം. എന്താകാം ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത്? പണ്ടുകാലത്ത് ആളുകൾ ഓണസദ്യയ്ക്ക് മാത്രമല്ല പ്രാധാന്യം നൽകിയിരുന്നത്. ഊണ് കഴിഞ്ഞ് ചെറുപ്പക്കാർ കിളിത്തട്ടും കുടുകുടുവും തലപ്പന്തുകളിയുമൊക്കെയായി തുറന്ന പറമ്പുകളിലും അമ്പലമുറ്റത്തുമെല്ലാം ഒത്തുകൂടുമായിരുന്നു. സ്ത്രീകൾ തുമ്പിതുള്ളലിലും തിരുവാതിരകളിയിലും ഏർപ്പെടുമായിരുന്നു. ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു. വീട്ടിൽ വെട്ടം തരുന്നവരായിരുന്നു അവർ. ചക്കാട്ടുന്നവരെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? പണ്ടുകാലത്ത് വീടുകളിൽ വിളക്കു കത്തിച്ചിരുന്നത് പുന്നയ്ക്ക എണ്ണ കൊണ്ടാണ്. അന്ന് യന്ത്രത്തിലല്ല എണ്ണയാട്ടിയിരുന്നത്, മരച്ചക്കുകളിലാണ്. അപ്പോൾ ചക്കും ചക്കാട്ടുന്നവരും നാട്ടിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് അവരെ വീട്ടിൽ വെട്ടം തരുന്നവരെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. കുറിപ്പ് തയ്യാറാക്കാം. പിള്ളേരോണത്തെക്കുറിച്ചുള്ള
വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പാക്കൂ. ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വന്നിരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം. ചിങ്ങമാസത്തിലെ ഓണസംബന്ധിയായ ചടങ്ങുകളൊന്നും ഇതിന് ഉണ്ടാവാറില്ല. കർക്കിടക വറുതിയിൽ പോലും ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിൻ്റെയും പ്രത്യേകതയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളേരോണം എന്ന പേര് അന്വർത്ഥമാവുന്നത്. പണ്ട് തിരുവോണം പോലെ തന്നെ ഈ ഓണവും മലയാളികൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു. സാമൂതിരിയുടെ ഭരണകാലത്ത് തിരുനാവായയിൽ മാമാങ്കം അരങ്ങേറിയത് പിള്ളേരോണം മുതലുള്ള ദിവസങ്ങളിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ തൊടിയിൽ നിന്നും അമ്പലപ്പറമ്പിൽ നിന്ന് അടർത്തുന്ന നാട്ടുപൂക്കൾ കൊണ്ട് ഈ ആഘോഷനാളിൽ പൂമുഖവാതിലിന് മുന്നിൽ കുട്ടിപ്പൂക്കളം ഒരുക്കുമായിരുന്നു. ഈ പൂക്കളമെഴുത്ത് ഇന്നും തുടരുന്ന വീടുകളുണ്ട്. പാട്ടും ആട്ടവും കൈകൊട്ടിക്കളിയും അരങ്ങുണർത്തുന്ന ഓണാഘോഷം മുൻകാലങ്ങളിൽ തുടങ്ങുന്നത് തന്നെ പിള്ളേരോണം മുതൽക്കായിരുന്നു. അന്ന് രാവിലെ കുളി കഴിഞ്ഞ് പുത്തനുടുപ്പിട്ട് കുട്ടികൾക്ക് ഉച്ചയോടെ തഴപ്പായ വിരിച്ചിരുത്തി തൂശനിലയിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി ഊട്ടും. ചിങ്ങത്തിലെ ഓണസദ്യയുടെ സ്വാദും മണവും കുട്ടികളുടെ തനത് ഓണസദ്യയ്ക്കും ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് തറവാട്ടു കാരണവന്മാർ പോലും പിള്ളേരോണ നാളിൽ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു. ചർച്ച ചെയ്യാം. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. കൂട്ടത്തിൽ തന്നെ കടമായും നെല്ല് കൊടുക്കും. എല്ലാവർക്കും ഓണം എന്ന കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഈ പ്രസ്താവനകൾ ചർച്ച ചെയ്യൂ. പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമായിരുന്നു ഓണം. എല്ലാ മനുഷ്യരും ഒന്നുപോലെ സംതൃപ്തരായി കഴിഞ്ഞിരുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ആഘോഷം. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ആരും ദുഃഖവും ദാരിദ്ര്യവും അനുഭവിക്കാൻ പാടില്ലെന്നും ആളുകൾ വിശ്വസിച്ചിരുന്നു. സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ സമൃദ്ധി ആഘോഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചിരുന്നു. സ്വന്തമായി കൃഷിയിടമോ സ്വത്തോ ഇല്ലാത്ത പാവങ്ങളായിരുന്നു ഓണം കൈക്കൊള്ളാൻ ജന്മിമാരുടെ മുന്നിൽ വന്നിരുന്നത്. അവരെ നിരാശരാക്കി അയക്കുമായിരുന്നില്ല. നെല്ലും തേങ്ങയുമൊക്കെ അവർക്ക് കൊടുക്കും. ഓണത്തിനു വേണ്ടി നെല്ലളക്കുമ്പോൾ കുടുംബത്തിലേക്ക് മാത്രമല്ല പണിക്കാർക്കും നെല്ല് കൊടുത്തിരുന്നു. കൂട്ടത്തിൽ കടമായും നെല്ല് കൊടുക്കും. ഓണത്തിനാരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നത്. ധാർഷ്ട്യവും സ്വാർത്ഥതയുമുള്ള ജന്മിമാരാണെങ്കിൽ പോലും ഓണത്തിന് പാവങ്ങളോട് ഉദാരത കാട്ടിയിരുന്നു. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല. ഇങ്ങനെ പറയാൻ കാരണമെന്താവാം? ഓണം ഇന്ന് ഒഴിവുകാലം ആഘോഷിക്കൽ മാത്രമായിരിക്കുന്നു. ഉപ്പേരിയും ശർക്കര പുരട്ടിയും എന്നും കടയിൽ വാങ്ങാൻ കിട്ടുന്നതിനാൽ ഇന്നതൊരു വിശേഷ വിഭവമല്ല. അതിൻ്റെ സ്വാദും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഇക്കാലത്ത് എന്നും സുലഭമാണ്. അതിനാൽ ഓണസദ്യയുടെ പ്രത്യേകത മനസ്സിലാക്കാൻ ഇന്നുള്ളവർക്ക് കഴിയില്ല. ഓണം ഉണ്ണുന്നത് എന്നും ഉണ്ണുന്നത് പോലെ തന്നെയാണ്. പദപരിചയം. ഇതിൽ പല വാക്കുകളും ഇന്നത്തെ തലമുറയ്ക്ക് പുത്തനായിരിക്കും. ഏതെല്ലാമാണവ? കണ്ടെത്തി എഴുതുക. ഏതെല്ലാമാണ്? ഉരപ്പുര, നിലമ്മന, ഓണനെല്ല്, ഉമി. ഇവയെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് പുതിയ വാക്കുകളാണ്. ഉരപ്പുര എന്നാൽ എന്താണ്? ഉരൽപ്പുര എന്നാണ്. പണ്ട് വീടുകളിൽ നെല്ല് കുത്തുന്നതിനായി ഉരലും ഉലക്കയും ഉണ്ടായിരുന്നു. ഇവ സൂക്ഷിക്കാനുള്ള പ്രത്യേക സ്ഥലമാണ് ഉരപ്പുര. നെല്ല് കുത്തുന്നതും അവിടെ തന്നെയാണ്. നിലമ്മന. തറയിൽ നല്ല കട്ടിയിൽ ചെങ്കല്ലിട്ട് ഉറപ്പിക്കുന്നതാണ് നിലമ്മന. നെല്ല് ഉരലിൽ കുത്തുന്നതിന് മുമ്പ് തൊലി ഇളക്കുന്നതിനും മറ്റുമായി നിർമ്മിച്ച ഉറപ്പുള്ള തറയാണ് നിലമ്മന. ഓണനെല്ല്. ഓണസദ്യയ്ക്കും പായസത്തിനും ഉപയോഗിക്കാനായി മാറ്റിവെച്ച നെല്ലാണ് ഓണനെല്ല്. അത് കുത്തി അരിയാക്കിയാണ് ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഉമി.
നെല്ല് കുത്തുമ്പോൾ അരിയിൽ നിന്ന് വേർപെടുന്ന പുറന്തോടാണ് ഉമി. ആശയം വിശദമാക്കുക. കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം. ദിവസങ്ങൾ എണ്ണി നീക്കുക. ഇത്തരം ശൈലികളുടെ ആശയം ചർച്ച ചെയ്ത് വിശദീകരിക്കുക. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണത്തിൽ നിന്ന് കൂട്ടുകാർക്ക് ഇതിൻ്റെ ആശയം വ്യക്തമാകും. മക്കളുടെ വിവാഹത്തിന് ഒന്നും കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊണ്ടെങ്കിലും അത് ഭംഗിയായി നടത്തുന്നു. കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊണ്ടെങ്കിലും അത് ഭംഗിയായി നടത്തുന്നു. രണ്ടാമത്തേത്, ദിവസങ്ങൾ എണ്ണി നീക്കുക. മത്സരഫലമറിയാൻ ദിവസങ്ങൾ തള്ളി നീക്കി കാത്തിരുന്ന മനുവിന് അവസാനം നിരാശനാവേണ്ടി വന്നു. മത്സരഫലമറിയാൻ ദിവസങ്ങൾ തള്ളി നീക്കി കാത്തിരുന്ന മനുവിന് അവസാനം നിരാശനാവേണ്ടി വന്നു. വാക്യവിശകലനം. വാക്യങ്ങൾ: കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ വാക്യത്തിൽ നിന്ന് കൃത്യമായ അർത്ഥമുള്ള പദങ്ങളും കൃത്യമായ അർത്ഥമില്ലാത്ത പദങ്ങളും വേർതിരിച്ചെഴുതണം. അതുപോലെ തന്നെ കൃഷിക്കാരന്റെ അറയിൽ നിന്ന് കുറേയധികം നെല്ല് അളവു പോകും. ആദ്യത്തെ വാക്യം നോക്കൂ. കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. കൃത്യമായ അർത്ഥമുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? കച്ചവട സ്ഥലങ്ങളെല്ലാം, ചരക്കുകൾ, നിറഞ്ഞിരിക്കും. ഇവയെല്ലാം കൃത്യമായ അർത്ഥമുള്ള പദങ്ങളാണ്. അർത്ഥമില്ലാത്തത് ഏതാണ്? കൊണ്ട്. കൊണ്ട് എന്ന പദത്തിന് കൃത്യമായ അർത്ഥമില്ല. രണ്ടാമത്തെ വാക്യത്തിലോ? കൃഷിക്കാരന്റെ അറയിൽ കുറേയധികം നെല്ല് അളവും പോകും. ഈ വാക്കുകൾക്കെല്ലാം അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത പദം ഏതാണ്? നിന്ന്. വാക്യങ്ങളിലെല്ലാം കൊണ്ട്, വരെ, കുറിച്ച്, നിന്ന് ഇതുപോലെയുള്ള ശബ്ദങ്ങളുണ്ട്. കൃത്യമായ അർത്ഥമില്ലാത്ത ശബ്ദങ്ങളാണിവ. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തവയാണെങ്കിലും വാക്യത്തിന്റെ അർത്ഥപൂർണതയ്ക്ക് ഇവ ഒഴിച്ചുകൂടാൻ വയ്യാത്തവയാണ്. ഇതുപോലുള്ള ശബ്ദങ്ങൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. പ്രസംഗം തയ്യാറാക്കാം. കവിതകളിലെ ഓണവും ഓണത്തെക്കുറിച്ചുള്ള തകഴിയുടെ ഓർമ്മകളും ചർച്ച ചെയ്യുക. നിങ്ങളുടെ ഓണാനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓണം അന്നും ഇന്നും എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കൂ. ആദ്യത്തെ കവിത പഴയകാല ഓണാഘോഷത്തെക്കുറിച്ചാണ്. രണ്ടാമത്തേതോ ഫ്ലാറ്റിലെ ഓണമാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? പഴയ കാലത്ത് പിള്ളേരോണം ആഘോഷിക്കുമായിരുന്നു. ഓണനെല്ലളക്കൽ, ഓണക്കാഴ്ച, ഓണച്ചരക്കെടുക്കൽ, നെല്ലുകുത്തൽ, ഉത്രാടപ്പാച്ചിൽ, വറക്കലും കരിക്കലും, പൂവിടലും പൂമാറ്റലും, ഓണക്കളികൾ എന്നിങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളും ആഘോഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഓണം എങ്ങനെയാണ്? പാക്കറ്റിൽ കിട്ടുന്ന ശർക്കര പുരട്ടിയും ഉപ്പേരിയും ഓണവിഭവങ്ങൾ തന്നെയാണ് എന്നും വീട്ടിലുണ്ടാക്കുന്നത്. ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന തിരുവാതിരക്കളി. ഇന്നത്തെ ഓണം ഇങ്ങനെയെല്ലാമായി മാറിക്കഴിഞ്ഞു. ആദ്യത്തെ കവിതയിൽ എന്താണ് പറയുന്നത്? കൃഷി ചെയ്യാത്തവർക്ക് എങ്ങനെ ഓണം ആഘോഷിക്കാനാവും എന്നതാണ് NV കൃഷ്ണവാര്യരുടെ കവിതയിലുള്ള ചോദ്യം. അധ്വാനിക്കുന്നവർക്കും ഉള്ളിൽ സ്നേഹമുള്ളവർക്കുമേ ഓണം ആഘോഷിക്കാൻ കഴിയൂ. കർക്കടകത്തിലെ മൂടിക്കെട്ടിയ ആകാശം പോലെ മനസ്സ് മുഴുവൻ ഇരുട്ടുള്ളവർക്കായി ഒരിക്കലും പൊന്നോണം പുലരില്ല എന്ന് കവി പറയുന്നു. പുതിയ കാലത്തെ സാമൂഹിക സ്ഥിതിയിൽ ഓണം ആഘോഷിക്കാനുള്ള അർഹതയെ സംശയിക്കുകയാണ് കവി. രണ്ടാമത്തെ കവിതയിലോ? വീട്ടുമുറ്റം പോലുമില്ലാത്ത നഗരജീവിതത്തിൽ എങ്ങനെയാണ് ഓണത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആഘോഷിക്കാനാവുക എന്നാണ് രണ്ടാമത്തെ കവിതയിൽ ഉന്നയിക്കുന്ന ചോദ്യം. പാക്കറ്റിൽ കിട്ടുന്ന പൂക്കളും ഓണസദ്യയും മാത്രമേ അവർക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നഗരവാസികൾ ദുഃഖം കൊള്ളുകയാണ്. കേരളം ഇന്നലെ ഇന്ന്. കേരളത്തിന്റെ പണ്ടത്തെയും ഇന്നത്തെയും അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പണ്ടത്തെ കേരളം എങ്ങനെയായിരുന്നു?
കൃഷിയായിരുന്നു മുഖ്യം. ഇന്നോ കൃഷിസ്ഥലം വളരെ കുറവാണ്. പണ്ട് പ്രകൃതി സുന്ദരമായ ഗ്രാമങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്നാവട്ടെ നഗരവൽക്കരണമാണ്. പണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അസമത്വം നിലനിന്നിരുന്നു. ഇന്നാവട്ടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അസമത്വം ഇല്ല. വേറെ എന്തെല്ലാം കാര്യങ്ങളാണ്? കൂട്ടുകാർ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. പദകോശം. സൂക്ഷം, കണിശം. ജന്മി, ജന്മാവകാശമുള്ളവൻ. ഭൂമി പാട്ടത്തിന് കൊടുത്തു മിച്ചവാരം വാങ്ങുന്നവനെയാണ് ജന്മി എന്ന് പറയുന്നത്. പാട്ടക്കാരൻ, ജന്മിയിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത് നികുതി കൊടുത്തു താമസിക്കുന്നവനാണ് പാട്ടക്കാരൻ. നിവൃത്തി, തൃപ്തികരമായ അവസാനം. ശബ്ദമുഖരിതം, ഒച്ചകൊണ്ട് മുഴങ്ങുന്ന. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.